ഹായ് ഫ്രണ്ട്സ്, എസ്തറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ അഹസ്വേരോസ് രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിരുന്നു എസ്തർ. എസ്തറിനെ വളർത്തിയത് മൊർദെഖായി എന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു യുദ്ധ തടവുകാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസ് കാരണം അഹസ്വേരോസ് രാജാവ് തൻ്റെ രാജസേവകനാക്കി മാറ്റുന്നു. എന്നാൽ അതേ രാജസഭയിലെ പ്രഭുവായിരുന്നു ഹമാൻ. ഹമാൻ്റെ ചൊൽപ്പടിക്കൊന്നും മൊർദെഖായി നിന്നുകൊടുത്തിട്ടില്ല. എന്നാൽ അതുകൊണ്ടുള്ള അമർഷം കാരണം മൊർദെഖായോട് വിരോധം തോന്നുകയും ആ വിരോധം വൈരാഗ്യമായി മാറുകയും മൊർദെഖായിയുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതറിയുന്ന മൊർദെഖായി എസ്തറിനോട് വന്ന് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു പ്രശ്നം, എസ്തറിന് അഹസ്വേരോസ് രാജാവിന് ഭയങ്കര പേടിയാണ്. യഹൂദ വംശത്തിൽപ്പെട്ട മൊർദെഖായിയുടെ കാര്യം എങ്ങനെ പറയുമെന്നുള്ള പേടി എസ്തറിന് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ എസ്തർ തൻ്റെ വംശത്തോടുള്ള സ്നേഹം കൊണ്ടും വളർത്തുപിതാവിനോടുള്ള ബഹുമാനം കൊണ്ടും അതിലുപരി ദൈവത്തോടുള്ള വിശ്വസ്തതയും കൊണ്ടും തഞ്ചത്തിൽ അഹസ്വേരോസ് രാജാവിനോട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഇതറിഞ്ഞ അഹസ്വേരോസ് രാജാവ് ഹമാനെ ഉടനടി മരണശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. ഈ കഥയിൽ മെയിൻ ക്യാരക്ടർ നമ്മുടെ എസ്തറാണ്. എസ്തറിന് വേണമെങ്കിൽ അഹസ്വേരോസ് രാജാവിനോടുള്ള ഭയം കാരണം മാറി നിൽക്കായിരുന്നു. എന്നാൽ എസ്തറിൻ്റെ കൃത്യസമയത്ത് ഇടപെടൽ കാരണമാണ് ആ യഹൂദ വംശത്തെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനായത്. മൊർദെഖായി എസ്തറിനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്: നീ ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവും. എന്നാൽ നിന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്ഞി എന്ന പദവിയിലേക്ക് ദൈവം നിന്നെ എത്തിച്ചത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലോ? നമുക്ക് ഇതേ ചോദ്യം നമ്മളോട് ചോദിക്കാം. കാരണം നമുക്ക് കിട്ടിയ കഴിവുകളും അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങളും നമുക്ക് പലരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ പല സാഹചര്യത്തിലും നമുക്ക് വേണ്ട രീതിയിൽ കൃത്യസമയത്ത് ഉപയോഗിക്കാനാവും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എസ്തറിനെ ആലോചിക്കുന്നത് പോലെ ചരിത്രം നമ്മളെയും ഓർത്തിരിക്കും.